നമസ്കാരം. എൻ്റെ പേര് ജിത്ത് എന്നാണ്. ജിത്ത് ജോർജ്. ഇന്ന് ഒത്തിരി സന്തോഷമുള്ള വളരെ പ്രിയപ്പെട്ടൊരു ദിവസമാണ്. ജാനുവരി 21. അജന, മൈ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയിട്ട് ഇന്നൊരു 4 വർഷത്തേക്കാണ്. അജനയും ഞാനും കോളേജിൽ ഞാൻ അവളുടെ ജൂനിയറായിരുന്നു. ഞങ്ങൾ സെയിം ടീമിലായിരുന്നു, ജീസസ് യൂത്തിൻ്റെ മ്യൂസിക് മിനിസ്ട്രി ടീമിൽ. അതുപോലെ കോളേജിൽ ജീസസ് യൂത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് അജന അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പഠിക്കുമായിരുന്നു, എംഫിൽ ചെയ്യായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഒരുമിച്ച് കോളേജിൽ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും അല്ലാതെ ജേവയുടെ മ്യൂസിക് മിനിസ്ട്രിയുടെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ടീമിലായത് കാരണം അങ്ങനെ ഒരുമിച്ച് ഒത്തിരി ഇടപെടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പക്ഷേ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ ആഴപ്പെടുന്ന അവൾക്ക് വയ്യാതായതിനു ശേഷമാണ്. അജനയ്ക്ക് ആദ്യമായിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ കോളേജിലെ ജീസസ് യൂത്തിന് ഇൻചാർജ് ആയിരുന്ന സാബുച്ചിനും ഞാനും കൂടെ അവളെ കാണാൻ പോയി. അപ്പോൾ അന്ന് ഒരു ക്യാൻസർ ആണെന്ന് അറിയണ ആളിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കുറേ ചോദ്യങ്ങളായിരിക്കാം, സങ്കടങ്ങളൊക്കെ ആണല്ലോ. ചില ചോദ്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്താണ് ഞാൻ പോണേ അവളുടെ അടുത്ത വീട്ടിൽ. പക്ഷേ അവളുടെ ഒരൊറ്റ ഉത്തരം എന്നെ അച്ഛനെയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചളഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ പുഞ്ചിരിയോട് നിൽക്കുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്നോടും അച്ഛനോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, അമ്മേനോട് ചായയൊക്കെ തരാൻ പറഞ്ഞു. അമ്മ അപ്പച്ചനും സൈഡിൽ നിന്ന് കരയാനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പം അജനോട് ചോദിച്ചു, അജന നിനക്ക് എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇത്ര ശാന്തമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞൊരൊറ്റ കാര്യം, എൻ്റെ ഈശോ അറിയാതെ, എൻ്റെ ഈശോ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി ഒന്നും സംഭവിക്കില്ല എന്നുള്ളതായിരുന്നു. എന്നെ ഉത്തരം അല്ലാണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നതിനപ്പുറം അവളിലുള്ള ഈശോയുടെ ബന്ധം ആഴമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ടൈമായിരുന്നു. അതിനു മുമ്പ് അറിയാം, കോളേജിൽ ഞങ്ങൾ അവളെ കണ്ടില്ലെങ്കിൽ മിക്കപ്പോഴും അവൾ ചാപ്പലിലുണ്ടാവും. കോളേജിൽ ട്രിപ്പിന് വേണ്ടി പോയപ്പോൾ പോലും അവൾ ആദ്യം പോകാൻ വിസമ്മതിച്ചു, കാരണം കുർബാനയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. പിന്നീട് ഫ്രണ്ട്സൊക്കെ കൂടെ പല സ്ഥലങ്ങളിൽ ചാപ്പലുകളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കുർബാനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ വളരെ ഈശോയോടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടിരുന്നൊരു കുട്ടിയായിരുന്നു അവൾ. പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും സാബോച്ചനും ചേർന്ന് എഴുതിയ ദിവ്യാനത്തിന് വാനമ്പാടി എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങളാണ് ഇനിയും ഏറെ കാര്യങ്ങൾ. ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് അവൾ ഓടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ സ്കൂട്ടറാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ആ സ്കൂട്ടറിലാണ്. കോളേജിൽ അവൾ വന്നുകൊണ്ടിരുന്ന വെച്ചാൽ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ സ്കൂട്ടറിലാണ്. അജനയ്ക്ക് ഒട്ടും വയ്യാണ്ടായി കഴിഞ്ഞ സമയത്ത് ആശുപത്രിയിൽ കിടന്ന സമയങ്ങളിലൊക്കെ അവളോടിങ്ങനെ ഞങ്ങളെപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ പറഞ്ഞിരുന്നൊരു മെയിൻ കാര്യം അവൾക്ക് കുർബാന സ്വീകരിക്കണം എന്നാണ്. എന്താണ് അവസാനമായിട്ട് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ച സമയങ്ങളിൽ അജന പറഞ്ഞൊരു 3 കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അജന അവസാനമായിട്ട് ആശുപത്രി കിടന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? അപ്പോൾ 1-2 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം കുർബാന സ്വീകരിക്കണം. 2 തക്കാളി ചെടിയിൽ വെള്ളമൊഴിക്കാൻ മറക്കരുത്. 3ാമത് പറഞ്ഞ കാര്യം എൻ്റെ സ്കൂട്ടർ ജിത്തിന് കൊടുക്കണം എന്നാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് വണ്ടിയൊന്നും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും വളരെ കാര്യത്തോടെയൊക്കെ ഒപ്പമുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടാണ് അജന. ഞാൻ ഒത്തിരി നന്ദിയോട് ഓർക്കുകയാണ്. എസ്പെഷ്യലി ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ വണ്ടിയാണ്. എപ്പോഴും അവൾ കൂടെ ഉള്ള പോലെ തോന്നും. അങ്ങനെ എനിക്കൊരു 100 കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ എന്നെ ആസ് എ ഫ്രണ്ട് എന്നെ ട്രീറ്റ് ചെയ്തതൊക്കെ. എനിക്ക് ഡ്രസ്സില്ലാത്ത സമയത്ത് സർപ്രൈസ് തരാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചു തന്നു അവളും അമ്മയും കൂടെ പോയി. എൻ്റെ ബർത്ത്ഡേസിന് എന്നെ സർപ്രൈസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ട് ഇറങ്ങാനായിട്ട് എന്നെ അവിടെ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ. എൻ്റെ ഫോണിൽ ഒരുപാട് കോൾ റെക്കോർഡിങ്സ് ഉണ്ട്, ഞങ്ങൾ സംസാരിച്ചതൊക്കെ അവൾക്ക് വയ്യാതിരുന്ന സമയങ്ങളിലൊക്കെ. അതൊക്കെ എനിക്ക് തോന്നുന്നു അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അതൊക്കെ വലിയൊരു ഒത്തിരി ധ്യാനാത്മകമായ ചിന്തകളൊക്കെയാണ്. ഒരു ചങ്കിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ അറിയാൻ പറ്റും. അത്തരത്തിൽ ഒത്തിരി എന്നെ ഇൻസ്പയർ ചെയ്ത എൻ്റെ ഫ്രണ്ടാണ് അജന. റിയലി മിസ് ഹർ. ഞാനിപ്പോൾ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ട്രെയിനിങ്സും റിട്രീറ്റ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നു അവിടെയൊക്കെ ഞാൻ അജനയുടെ കാര്യം പറയാറുണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സിംഗിൾ തിങ്. ഒരു കുഞ്ഞു കാര്യം മാത്രമല്ല അവളെ പറ്റി, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അവളുടെ വിശുദ്ധി, അല്ലെങ്കിൽ EQ എന്ന് പറയും, ഇമോഷണൽ കോഷ്യൻ്റ്.
സ്പിരിച്വൽ കോഷ്യൻ്റ്, അവളുടെ ആത്മീയമായിട്ടുള്ള ആ ഇൻ്റലിജൻസ്, അതെല്ലാം അത്ഭുതകരമാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ ദിസ് ചാൻസ്. ആൻഡ് ഐ റിയലി മിസ് ഹെർ ആൻഡ് ഐ ബിലീവ് ഷീ ഈസ് വാച്ചിങ് മീ ഫ്രം ദെയർ. അജന മരിച്ച ശേഷം ഒരു കാര്യം കൂടി പറയണ്ട. അജന മരിച്ചതിന് ശേഷം അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പറയായിരുന്നു. അവിടെ അത് ചെയ്യണം, ഇത് ചെയ്യണം. കാരണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ലോകം പാടുമ്പോൾ ഈശ്വരനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഐ ക്യാൻ ഫീൽ ഹെയർ പ്രസൻസ്. ചില സമയങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ പ്രോഗ്രാം പോകുമ്പോൾ അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചില അത്ഭുതങ്ങൾ നടക്കുന്നതും ആളുകളൊക്കെ ചോദിക്കുക എങ്ങനെയാണ്. ഐ റിയലി ഫെൽ ദാറ്റ് ഷീ ഈസ് ഇൻട്രസ്റ്റീഡിങ്. ആൻഡ് ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ആ ബ്യൂട്ടിഫുൾ സ്മൈലാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എത്ര വേദന ഉണ്ടെങ്കിലും ഒരു പുഞ്ചിരിയോടെയാണ് അവൾ എപ്പോഴും വീട്ടിലേക്ക് വിളിക്കാറുള്ളൂ. അവൾക്ക് നാക്കില്ലായിരുന്നു ഇൻ ദ സെൻസ് നാക്കുള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തേക്കായിരുന്നു ഓപ്പറേഷൻസിന് ശേഷം. പിന്നെ വായിൽ ട്യൂമർ ആയതാണ് ഭക്ഷണം കഴിക്കാനും പറ്റില്ലായിരുന്നു, ടേസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കേക്കും സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. എനിക്കറിയില്ല, ഇപ്പം പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. താങ്ക് യു സോ മച്ച് അജന. ഏറ്റവും അവസാനത്തെ സമയങ്ങളിൽ പോലും ഈശോയെ പോലെ തനിക്കുള്ളതെല്ലാം കൊടുത്തവളാണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അജന ജോർജ്. And she's still with us. Thank you.